ഹായ് ഗായ്സ്, നമ്മൾ 2 ആഴ്ച മുന്നേ ട്രോളി ബാഗ് മേടിക്കാൻ പോയൊരു വീഡിയോ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് മടി പിടിച്ചിരുന്നു പോസ്റ്റ് ചെയ്യാനായിട്ട്. മടി പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലെഴുത്ത് കാരണം എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടി. അത് കാരണം നമ്മളത് പോസ്റ്റ് ചെയ്തില്ല. അന്നേരം ആ വീഡിയോ പോയി കണ്ടിട്ടോ. അതാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. കുട്ടിക്കൊന്നും വയ്യ ഗായ്സ്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറുന്ന സ്പോട്ടിലെത്തി. ഓപ്പോസിറ്റ് നന്ദപ്പൻ കുറച്ചുതന്നെ കാണാൻ പറ്റില്ല. നന്ദപ്പൻ ഇപ്പം കണ്ടോ. നമുക്കൊരു ആടി തൂങ്ങി 2 വന്നതേ ഉള്ളൂ ഗായ്സ്. ബസ് കിട്ടാൻ ഫൈനലി ഡയറക്റ്റ് ബസ് കിട്ടി. ഡിഫറെൻ്റായിട്ട് എങ്ങനെ നമുക്ക് ബാംഗ്ലൂർ ജീവിക്കാം, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മെട്രോയ്ക്കൊക്കെ ഇവർ കാശ് 60 രൂപയ്ക്ക് പോകേണ്ട ഞങ്ങൾ 28 രൂപയിൽ ചുരുക്കി. മെട്രോ പെട്ടെന്ന് എത്തും, ഇത് ഇച്ചിരി സമയം എടുക്കും. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. 1 മണിക്കൂർ ഇനി ഇരിപ്പിരിക്കണം. സീറ്റിനും ദാരിദ്ര്യം ആയതുകൊണ്ട് നമ്മൾ ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റാണ്. 1 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. ബട്ട് വൈബാ. പാവം പിള്ളേരെ വണ്ടി നോക്കണേ. അങ്ങനെ നമ്മൾ മജസ്റ്റിക് മാർക്കറ്റിലെത്തി. അണ്ടർഗ്രൗണ്ടാണ്. ഇവിടെ അന്യായ ക്യൂ. എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. അമ്പലത്തിലോട്ടുള്ള ക്യൂ ആയിരുന്നു ഗൈസ്. ഇതാണ് മജസ്റ്റിക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മാർക്കറ്റ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് നമ്മൾ പറയുന്നു, പക്ഷേ ഒന്നും വേണ്ട. ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ പറയുന്നു. ഇനി നമ്മളിത് ബാർഗെയിൻ ചെയ്ത് മേടിക്കണം. അതിലാണ് നമ്മളെ കഴിവ്. ഇന്നിപ്പം ഇവർക്ക് 2 പേർക്ക് പെട്ടി മേടിക്കണം, പിന്നെ അല്ലറ ചില്ലറ എന്തെങ്കിലും സാധനങ്ങൾ. അന്നേരം നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം. അവർ തല്ലിയില്ലെങ്കിൽ വീഡിയോ എടുക്കാം. അപ്പം പോയിട്ട് വരാം. 2 രൂപ ആകെ തന്നെ ഇതായിട്ട് 70% ഡിസ്കൗണ്ട്. കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇത്രയും വലിയ പെട്ടി എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല. ക്യാരി ട്രാവലിംഗ് സാധനം ക്യാരി ചെയ്യണം, കംഫർട്ട് വേണം. അതുകൊണ്ടാണ്. ഇത് നമ്മുടെ 4ാമത്തെ കടയാണ്. അവരങ്ങേറ്റവും റേറ്റ് പറയും. ഡിഫറൻ്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊല്ലുന്ന റേറ്റ് അവർ പറയുന്നത്. നമുക്കതൊന്നും പറ്റത്തില്ല. നമ്മൾ വില കുറച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പെട്ടിമേടിയിൽ എല്ലായിടത്തും വിലയൊക്കെ ചോദിച്ചു വെച്ചതേ ഉള്ളൂ. മേടിച്ചില്ല. നമ്മളിപ്പോൾ ഡിമാർട്ടിൽ കയറാൻ പോവാം. ഡിമാർട്ടിൽ കയറി ഇറങ്ങുമ്പം പെട്ടി സെറ്റാവും. അല്ല, പെട്ടി സെറ്റാകത്തില്ല. ഇവിടുന്ന് സാധനം മേടിച്ചിറങ്ങിയിട്ട് അടുത്തതിന് പെട്ടി മേടിക്കാം. ഓക്കെ. പെഡായി ഗൈസ്, പെഡായി. ഞാനും തൊട്ടോട്ടെ. പെട്ടി ഡിസൈഡ് ചെയ്തു. അങ്ങനെ പെട്ടിയൊക്കെ മേടിച്ചു. അനുഗ്രഹേ, നാട്ടിലേക്ക് പോവാ. എന്താ അനിയ ഡിമാർട്ടിലേക്ക് ഓർമ്മ പിടിച്ചു. അങ്ങനെ പൊരിഞ്ഞ പോരാട്ടത്തിന് ശേഷം ബാഗ് ഓൾ സെറ്റ്. നമ്മളിന്ന് ഇറങ്ങിയത് വെറുതെ ആയില്ല. ശരാശരി സൺഡേയിലെ തിരക്കൊക്കെ. മജസ്റ്റിക് മാർക്കറ്റ്. ചത്തു കണ്ട. വാരിപ്പെറുക്കി ഇട്ടേക്കും എല്ലാത്തിനും. പയ്യ വെയിൽ കൊണ്ടിട്ട് എല്ലാവർക്കും നല്ല തലവേദന. പിന്നെ ഫുഡ് കഴിച്ചില്ല ഇതുവരെ. ഇനിയും കഴിക്കണം. ചെന്നിട്ട് വേണം കഴിക്കാൻ. പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. അതാണ്ട് എല്ലാം വന്ന് അടിഞ്ഞു.
പോയപ്പം ശക്തി ഇല്ലാതിരുന്ന ആൾ ഇപ്പൊ ഭയങ്കര ശക്തിയോടെ ഇരിക്കുന്നു. ശരി കേട്ടോ. ഗ്ലൂക്കോസ് ഇട്ട് തിരിച്ചെടുക്കുവോളെ ഗ്ലൂക്കോസ്. ഇപ്പൊ നമ്മളെ ചത്ത് നമുക്ക് ആരോഗ്യവും. Guys, അങ്ങനെ ഇപ്പൊ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ കാത്തിരിക്കുന്നേ ഉള്ളൂ. ഇവർ രണ്ടുപേരും കാത്തിരിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് 3 പേർക്കും ഫുഡ് കിട്ടി ഗൈസ്. നല്ല വിശപ്പുണ്ട്. ഓക്കെ ലാസ്റ്റ് കിട്ടിയത് ലാസ്റ്റ് കിട്ടിയത് ആദ്യം കിട്ടിയ എനിക്ക് നന്ദുവിനും ശ്രീലക്ഷ്മി ഞങ്ങൾ ഇരിക്കുന്നേ ഉള്ളൂ. അവളും തീർന്നു. എവിടെയാണ് ഇരി? ചിക്കൻ കഴിച്ചില്ല ഗൈസ്. ഇവള് മറ്റേ മറ്റേ കടൽ ഉൾവലില്ലെങ്കിൽ വിചാരിച്ചോളൂ സുനാമി വരാനുണ്ട്. ഇനി ഇതിലെത്തോ അഭിജീവിന് അമ്പലം വയറിനും തണുക്കാണ്. പിന്നെ കിറിങ്ങിയിരിക്കുന്നോണ്ട് കണ്ണാവില്ല, സ്വാധീനമില്ല. നീ വല്ല ഡയലോഗ് നോക്കിയത് നീ തീർത്തില്ല. നമ്മളെ തെണ്ടി തിരിഞ്ഞൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഹോസ്റ്റലിൽ വന്ന് കയറി. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. ടാറ്റാ. കൈ ഫ്രീ ഇല്ല. ബൈ ബൈ.